ഒട്ടേറെ പരിപാടികൾ ഈ ടൗൺ ഹാളിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒട്ടേറെ പേർ നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ അവരുടെ അനുശോചന യോഗങ്ങൾ ഉൾപ്പെടെ അവരുടെ ഭൗതിക ശരീരം ഉൾപ്പെടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതയുണ്ട്. ഈ ടൗൺ ഹാൾ ഇപ്പോൾ നല്ല കസേരയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നല്ല സുഖമാണ്. ഞാനും വരുമ്പോൾ ആദ്യം അവിടെ ഇരുന്നിട്ടാണ് ഇവിടെ വന്നത്. നല്ല കസേരയാണ്. വിവിധ പരിപാടികൾക്ക് ഇനി ടൗൺ ഹാൾ വേദിയാകാൻ വേണ്ടി പോവുകയാണ്. കേരളം അതിവേഗം നഗരവൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഇത്ര വേഗം നഗരവൽക്കരണം നടക്കുന്നൊരു സംസ്ഥാനം പറയുന്നത് 2001 കേരളത്തിലെ നഗര ജനസംഖ്യാ അനുപാതം 25.96%. 2001 ഇപ്പോൾ അത് 47.72% ഉയർന്നു എന്നുള്ളതാണ്. ഇപ്പൊ അതിനും കൂടിയിട്ടുണ്ടാവും. ഞാൻ അതിന് കുറച്ച് മുൻ വർഷത്തിന്റെ ഒരു കണക്കാണ് എടുത്തത്. 2031 ആകുമ്പോഴേക്കും കേരളത്തിന്റെ ജനസംഖ്യയുടെ 70% നഗരവാസികളായിരിക്കും എന്നുള്ളതാണ് കണക്ക്. ഗ്രാമം ഒക്കെ നഗരമായി മാറിക്കൊണ്ടിരിക്കും. നഗരവൽക്കരണം വരികയാണ്. ഇപ്പോൾ പുതിയ റോഡുകൾ ദേശീയപാതയുടെ ഭാഗമായി വരുമ്പോൾ ഒരു അങ്ങാടി പോവുകയാണ്. ഇപ്പോൾ മായി ബൈപ്പാസ് വന്നു, തലശ്ശേരി ടൗൺ പോകുന്നു. ഇനിയിപ്പോൾ കൊയിലാണ്ടി വടകരയിൽ നിന്ന് ടൗണിലൂടെ പോകണ്ട, വടക്കോട്ടോ തെക്കോട്ടോ ദീർഘദൂര യാത്രക്കാർക്ക് ടൗൺ ടച്ച് ചെയ്യും. ഇപ്പം നമ്മൾ വിചാരിക്കും ആ അങ്ങാടികളിലെ കച്ചവടമൊക്കെ കുറഞ്ഞ അങ്ങാടികൾ പിന്നെ ആളൊഴിഞ്ഞ സ്ഥലമായിരിക്കും. അങ്ങനെയല്ല. കോഴിക്കോട് ജില്ല മാത്രമല്ല, കണ്ണൂർ എടുത്താൽ തളിപ്പറമ്പും പയ്യന്നൂരും അങ്ങനെ കാസർഗോഡും മലപ്പുറം ജില്ലയിലും ഒക്കെ എങ്ങനെയാണ് വരുന്നത്. ആ അങ്ങാടികളിൽ അവിടുത്തെ താമസിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രമായി അങ്ങാടി മാറുക. നേരത്തെ അവർക്ക് അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വാഹനമാണ്. അവർക്ക് വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ അപ്പുറത്താണ് കൊയിലാണ്ടി അങ്ങാടിയെങ്കിൽ അവിടെ നിന്ന് കാറ് നിർത്തിയോ അല്ലെങ്കിൽ വണ്ടി നിർത്തിയോ ഇറങ്ങി ഒരു സാധനം വാങ്ങി തിരിച്ച് വണ്ടി കയറാനുള്ള പ്രയാസമായിരിക്കും. അപ്പോൾ നേരിട്ട് പോയില്ല. അപ്പം അവരുടെ അങ്ങാടി കൂടിയായി അങ്ങാടി മാറും. എന്നാൽ വീതിയുള്ള റോഡുകൾ വരുമ്പോൾ അവിടെ വേറൊരു ടൗൺഷിപ്പ് വേറെ ഡെവലപ്പ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളമാകെ മാറിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് 2031 ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ 70% നഗരവാസികളുള്ള നാടായി മാറുമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ബഡ്ജറ്റിൽ തൊട്ട് ദിവസം മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ നടത്തിയത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ നടത്തിയത്. ഏർബൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഫലം ഏറ്റവും നല്ല നിലയിൽ ലഭ്യമാകാൻ വേണ്ടി പോകുന്ന ഒരു നഗരം കോഴിക്കോടായിരിക്കുമെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിവേഗം വളരുന്നൊരു നഗരമാണ് കോഴിക്കോട്. നഗരവൽക്കരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നത് നഗരത്തിൽ പൊതു ഇടങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം ഹാളുകൾ ഉൾപ്പെടെ മികച്ച നിലയിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്തിട്ടില്ല. കാലത്തിൻ്റെ ഉത്തരവാദിത്ത നിർവഹണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ഡെപ്യൂട്ടി മേയർ ചൂണ്ടിക്കാട്ടി നഗരത്തിലെ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയങ്ങൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 12 കോടി ചെലവിലാണ് കോവൂരിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്വാതന്ത്ര്യസമര പോരാളി കൂടിയായ പി കൃഷ്ണപിള്ളയുടെ നാമധേയത്തിൽ ഒരു ഹാൾ നിർമ്മിച്ചിട്ടുള്ളത്. 8 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന പോരാളിയുടെ പേരിൽ ജൂബിലി ഹാൾ അത്യാധുനിക നിലവാരത്തിൽ പുനർനിർമ്മിച്ചിട്ടുള്ളത്. SK പൊറ്റക്കാട് ഹാൾ മറ്റൊരു ഉദാഹരണമാണ്. ടാഗോർ ഹാൾ 65 കോടി രൂപ ചെലവിൽ ഏറ്റവും ആധുനികമായി പുനർനിർമ്മിക്കുവാനുള്ള നടപടികൾ കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ മികച്ച ഹാളുകളുടെ കാര്യത്തിൽ നമുക്ക് മുന്നേറാനായിരിക്കും. നഗരത്തിലെ പൊതു ഇടങ്ങൾ
അതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ അവിടെയും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഇനിയും ശക്തിപ്പെടുത്താം. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടി നമുക്ക് ഇപ്പോൾ ഒരു വലിയ പുരസ്കാരം കോഴിക്കോട് കോർപ്പറേഷൻ ലഭിച്ചു. സഞ്ചാരികൾ കൂടുതൽ വരുന്ന നഗരമായി കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളൊരു കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ മലബാറിലേക്ക് ആകെ വരുന്നത് 6% സഞ്ചാരികൾ മാത്രമാണ്. അതായത് കേരളത്തിൻ്റെ പുറത്തുള്ള ഇന്ത്യയിലെയും വിദേശത്തെയും സഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നവരിൽ തൃശ്ശൂരിൽ നിന്നും കാസർഗോഡ് വരെ 100 പേർ വന്നാൽ 6 പേരെ വരുന്നുള്ളൂ. ഇവിടെ കാണാൻ സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമില്ല, പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് കണക്ക് കോഴിക്കോട് കോർപ്പറേഷൻ, കോഴിക്കോട് നഗരം, കോഴിക്കോട് ജില്ല സഞ്ചാരികൾ വരുന്ന കാര്യത്തിൽ അതിൻ്റെ സർവകാല റെക്കോർഡിലെത്തി എന്നുള്ള സന്തോഷ വിവരമാണ്. അത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ഇത് നമുക്ക് ഇനിയും വർദ്ധിപ്പിക്കാൻ പറ്റും. വയനാട് വലിയ നിലയിലേക്ക് സഞ്ചാരികളുടെ എണ്ണം വരുന്നു. അതിൻ്റെ ഗുണം കോഴിക്കോടിന് കൂടി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ ആലോചിച്ചുകൊണ്ട് പല പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ടൂറിസം വകുപ്പ് കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നഗരത്തിൽ ഇനി എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളത് എല്ലാവരും ചേർന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. കോഴിക്കോട് നഗരത്തിന് എല്ലാ നിലയിലും വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2016-2021 കാലഘട്ടത്തിൽ ഒട്ടനവധി പദ്ധതികൾ കോഴിക്കോട് സംസ്ഥാന സർക്കാർ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യത്തിൽ നടപ്പിലാക്കി. ഇപ്പോഴും ഒട്ടേറെ പദ്ധതികൾ കോഴിക്കോട് നഗരത്തിലും പ്രത്യേക ശ്രദ്ധ ആകർഷിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുക. നമ്മുടെ ഒരു പ്രശ്നം, ഈ കോർപ്പറേഷന് ഒട്ടേറെ പരിപാടികൾ, ഒട്ടേറെ മാതൃകാപരമായ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായി കണ്ടു. കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരും കോഴിക്കോട് നഗരത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ അത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ നമ്മളെല്ലാവരും ചേർന്ന് ഇടപെടേണ്ടതുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ സാധ്യത, ഞാൻ പശ്ചാത്തല വികസന മേഖല മാത്രമേ പറയുന്നു, മനസ്സിലാക്കിക്കൊണ്ട് ചരക്ക് ഗതാഗതമാണ് നമ്മുടെ ഗതാഗത കുരുക്കിൻ്റെ പ്രധാന പ്രശ്നം. റോഡുകൾ തകരാറാകുന്നതിൻ്റെയും ചില റോഡുകൾ തകരാറാകുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം കനമുള്ള വണ്ടി റോഡുകളിലൂടെ പോകുന്നില്ല. എന്നാൽ ചരക്ക് ഗതാഗതത്തെയും ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു പുതിയ പാത, അത് ജലഗതാഗത പാത. ഈ കാഴ്ചപ്പാട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുകയും കോവളം മുതൽ ബേക്കൽ വരെ ജലഗതാഗത പാത എന്ന പദ്ധതി നടപ്പിലാക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതി നടപ്പിലാക്കും. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണം. കോഴിക്കോട് നഗരത്തിന്റെ പ്രത്യേകത, മനോഹരമായ കനോലി കനാൽ നഗര ഹൃദയത്തിലൂടെ പോകുന്നു. ജലഗതാഗത പാതയുടെ ഭാഗം കൂടിയാണ്. പാരീസ് നഗരത്തിൽ പോയവർക്കറിയാം, നഗര ഹൃദയത്തിലൂടെ ഒരു കനാൽ പോകുന്നുണ്ട്. അതിലൂടെ ചരക്ക് ഗതാഗതമുണ്ട്, ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാം, നഗരത്തിന്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി ആളുകൾക്ക് പോകാം. ഇതിന് സാധ്യതയുള്ളൊരു നഗരമാണ് കോഴിക്കോട്. ഇപ്പൊ കോഴിക്കോട് ജോലി ചെയ്യാൻ രാവിലെ വരുന്നവർ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് രാവിലെ വാഹനത്തിൽ വരുന്നതിനേക്കാൾ എളുപ്പം കനാലി കനാൽ വികസിച്ച് കനാലി കനാലിലൂടെ ഒരു യാത്ര പോയാൽ നമുക്ക് ഇടവിട്ട് സ്റ്റേഷനുകൾ കൊടുത്താൽ പെട്ടെന്ന് കോഴിക്കോട് നഗരത്തിലൂടെ സഞ്ചരിക്കാനാണ്. അതൊരു നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ്. വരുന്ന ടൂറിസ്റ്റുകൾക്കും കനോലി കനാൽ കോഴിക്കോട് നഗരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യവും ഇതിലൂടെ പറ്റും. ഇത് ദീർഘകാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. സംസ്ഥാന സർക്കാർ കോഴിക്കോട് നഗരത്തിലെ കനോലി കനാലിന്റെ നവീകരണത്തിന് വേണ്ടി 1118 കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ച വിവരം ഞാനിവിടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനി പദ്ധതി നടപ്പിലാക്കിയാൽ മതി. അതിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഫണ്ട് അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ട് ചിലർക്ക് സംശയമുണ്ട്, ഇതൊക്കെ നടക്കും, ഇതൊക്കെ എന്തായാലും നടക്കും. അതിൽ സംശയമുള്ളവർ, സംശയത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല.
ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കുക, ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട, കനാൽ സിറ്റി കോഴിക്കോട് നടപ്പിലാക്കിയിരിക്കും. പിന്നെ വന്ന കുറേ പദ്ധതികളുണ്ട്, ഞാൻ സാധാരണ ഇത് പറയാറില്ല, പക്ഷെ ഇവിടെ നിന്ന് പറയണമെന്ന് ആഗ്രഹിക്കും. 2016-21 സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി കുറേ റോഡുകൾ അനുവദിച്ചു. നഗരത്തിൻ്റെ പല നിലയിലുമുള്ള മുഖച്ഛായ മാറാൻ അത് സഹായകരമാണ്. ഇപ്പോൾ ഫണ്ട് അനുവദിച്ച കുറേ റോഡുകളുണ്ട്. ഇത് ഇവിടെ പറഞ്ഞു പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് നിങ്ങളൊന്ന് അറിഞ്ഞാൽ നിങ്ങളൊരു 100 ആളോട് പറയും, ആ പറഞ്ഞ 100 ആൾ ഒരു 100 ആളോട് പറയും, അങ്ങനെ എല്ലാവരും ഇത് അറിയും. ചിലത് തുറന്നു പറഞ്ഞു പോകുന്നതാണ് നല്ലത്. അനുവദിച്ച റോഡും അതിൻ്റെ ഫണ്ടും ഞാൻ ഇവിടെ ഇത് വായിക്കാം. അതുകൊണ്ട് ഇതൊക്കെ നടപ്പിലാവും എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡ് 15 കോടി 20 ലക്ഷം രൂപ അനുവദിച്ചു. ഇത് നവീകരിക്കാനാണ്. ആ ഭാഗത്ത് ഉള്ളവരിവിടെ അവിടെ ഇവിടെയായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് കയ്യടി കേട്ടാൽ അറിയാം. ചില അടി അവിടെ നിന്ന് വരുന്നുണ്ട്, ചില വരുന്നുണ്ട്. ഞാനിത് മൊത്തത്തിലാണ് പറയുന്നത്, ഒരു പ്രാദേശിക വികാരമായിട്ട്. അരയെടുത്ത് പാലത്തിൽ നിന്നും അഴകൊടി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് അത് നവീകരിച്ച് വീതി കൂട്ടാൻ 6 കോടി 94 ലക്ഷം രൂപ അനുവദിച്ചു. കോതിപ്പാലം ചക്കുംകടവ് പന്ന്യങ്കര 9 കോടി 11 ലക്ഷം. പെരിങ്ങളം ജംഗ്ഷൻ റോഡ് 8 കോടി 55 ലക്ഷം. മൂഴിക്കൽ കാളാണ്ടിത്താഴം റോഡ് 13 കോടി 8 ലക്ഷം. പനാത്തുതാഴം ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാഫർ ഖാൻ കോളനി എന്നുള്ള റോഡ് വന്ന് നേരെ കനോലി കനാലിൻ്റെ മുകളിലൂടെ പോയി കോട്ടൂളി ഇറങ്ങുന്നതാണ് ആ ഫ്ലൈ ഓവർ. അതായത് എരഞ്ഞിപ്പാലം ബൈപ്പാസ്, നമ്മൾ പണ്ട് പറയുന്ന എരഞ്ഞിപ്പാലം ബൈപ്പാസിന് മുകളിൽ കൂടി അങ്ങനെ ഒരു പാലത്തിന് വേണ്ടി 53 കോടി 69 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു എന്നുള്ളവർ അറിയിക്കുന്നു. കരിക്കാംകുളം സിവിൽ സ്റ്റേഷൻ റോഡ് 37 കോടി 45 ലക്ഷം രൂപ അനുവദിച്ചു. മാങ്കാവ് പൊക്കുന്ന റോഡ് 94 കോടി 20 ലക്ഷം രൂപ. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ കുറച്ച് അധികം ആളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. രാമനാട്ടുകരയിൽ നിന്നും വട്ടക്കിണർ വരെ 113 കോടി 10 ലക്ഷം രൂപ. കല്ലുത്താങ്കടവിൽ നിന്നും മീൻചന്ത റോഡ് 58 കോടി 80 ലക്ഷം രൂപ. മാനാഞ്ചിറയിൽ നിന്നും പാവങ്ങാട് വരെയുള്ള റോഡ് നമുക്കറിയാലോ. റോഡ് ഇപ്പോൾ ഈ റോഡ് നീന്റൊക്കെ മുന്നിൽ കൂടി എങ്ങനെ പോയിട്ട് നമ്മുടെ CH ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ പോകുന്ന പഴയ കണ്ണൂർ റോഡ് 98 കോടി 22 ലക്ഷം രൂപ. പന്ന്യങ്കര പന്തീരങ്കാവ് റോഡ്, ആ പന്ന്യങ്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂടി പോയിട്ട് വരുന്ന റോഡാണ്. അത് നല്ലളം വഴി പന്തീരങ്കാവിലേക്കാണ്. 83 കോടി 94 ലക്ഷം രൂപ. ദീർഘകാലത്തെ നഗരവാസികളുടെ പ്രശ്നമാണ് മീൻചന്ത വട്ടക്കിണർ അരീക്കാട് ജംഗ്ഷന്റെ ബ്ലോക്ക്. അത് പരിഹരിക്കാൻ മേൽപ്പാലത്തിന് 170 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ ഭാഗം തന്നെയാണ് ചെറുവണ്ണൂർ മേൽപ്പാലത്തിന് 85 കോടി രൂപ അനുവദിച്ചു. ഇതൊക്കെ ഭൂമി ഏറ്റെടുക്കൽ നടത്തണം. ഇനി ഇതിന്റെ ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കോഴിക്കോടിന് സംസ്ഥാന സർക്കാർ ഒന്നും തന്നില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒരു കാലത്തില്ലാത്ത അത്ര കാര്യങ്ങൾ കോഴിക്കോടിന് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വിത്തിട്ട പദ്ധതിയാണ്, ഇത് മുളക്കാതിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആരെങ്കിലും ഈ പ്രചരണം നടത്തിയാൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് പ്രചരിപ്പിക്കണം. സോഷ്യൽ മീഡിയയിൽ ചിലർ നടത്തുന്നുള്ള വിവരം നമുക്കൊക്കെ അറിയാം. നല്ല നിലയിൽ ഇത് പ്രചരിപ്പിക്കണം. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇത്രയധികം തുക ഒരു സംസ്ഥാന സർക്കാർ പശ്ചാത്തല വികസനത്തിൽ നൽകിയ കാലമില്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഈ പദ്ധതികളൊക്കെ നമുക്ക് നടപ്പിലാക്കണം. 2016 മുതൽ ഈ 2025 വരെ നമ്മുടെ നഗരത്തിന് വലിയ നിലയ്ക്ക് മാറ്റങ്ങൾ കാണാൻ സാധ്യമാകുന്ന നിലയിലേക്ക് LDF സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭ്യമാകാൻ വേണ്ടി പോകുന്നത്. ഇനിയും നമുക്ക് ഒത്തൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ടീമായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കുപ്രചരണത്തിനും പിടിച്ചു നിൽക്കാൻ വേണ്ടി പോലും പറ്റാത്ത നിലയിൽ പപ്പടം പൊടിക്കുന്നത് പോലെ ആ കുപ്രചരണങ്ങളെ പൊടിക്കാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. കോർപ്പറേഷൻ ഇതുപോലെ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ കൂടുതൽ എത്തിക്കാൻ മേയറും ഡെപ്യൂട്ടി മേയറും നേതൃത്വം കൊടുത്തുകൊണ്ട് ഇടപെടണം. ഇനിയും സജീവമായി ഇടപെടണം. ജനങ്ങളിലേക്ക് ആ പരിപാടികൾ നടപ്പിലാക്കിയ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ എത്തിക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്
നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അഭിവാദ്യം.